ഞാൻ ഇൻഡസ്ട്രി വിട്ട സമയത്ത് ഒരു മാക്സിമം നമ്പർ ഓഫ് പിക്ചേഴ്സ് ഒരു 20 പടം അത്രയേ ഉള്ളൂ. തമിഴിൽ 1-2 പടങ്ങളിലേ ഞാൻ ആക്ട് ചെയ്തിട്ടുള്ളൂ. മലയാളം അന്നും പൊതുവെ ആർട്ടിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി അഫെയർ ആയിട്ട് നടന്നുകൊണ്ടിരുന്നു. മറ്റേ തമിഴിലെല്ലാം കുറച്ചുകൂടെ ഒരു ആർട്ട് സ്റ്റാർസിൻ്റെ അങ്ങനത്തെ ആ ഒരു സെറ്റപ്പ് സമോദർ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ഇവിടെ പിന്നെ മേ ബി ഞങ്ങളെല്ലാം വന്ന കാലത്ത് അന്ന് സത്യനും നസീർ മാത്രമേ ഉള്ള ടോപ്പ്. മറ്റേ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ കൂടെ കുറച്ച് ആ കാലഘട്ടങ്ങൾ വന്നതായതുകൊണ്ട് അങ്ങനെ വലിയ വ്യത്യാസം ഇല്ലായിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് തന്നെയാണ് അഭിനയവേദിയോട് വിട പറഞ്ഞത്. വിവാഹത്തോടെ കുടുംബിനിയുടെ ജീവിത വേഷമണിഞ്ഞ ഇവർ അഭിനേത്രിയുടെ വേഷം ഉപേക്ഷിക്കുകയായിരുന്നു. സിനിമാവേദി വിട്ട ഇവർ പിന്നീട് കേരളം വിട്ടു. അത് പപ്പിയൊക്കെ ഞാൻ ഒരിക്കൽ ഡാൻസിന് വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ പത്മിനി അതിന് മുമ്പേ പത്മിനി ഹസ്ബൻഡും അവിടെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു അലയൻസ് വന്നു. അപ്പം ഗോട്ട് മാരീഡ്. ഞാൻ ഡാൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളും വളരെ കുറച്ച് സിനിമയിലേ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഡാൻസ് ഞാൻ അമേരിക്കയിൽ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു കുട്ടിയൊക്കെ. ഒരു ഡാൻസ് സ്കൂൾ, ബേസിക്കലി ക്ലാസിക്കൽ. ഫിലിം ഡാൻസ് ഇല്ല, ക്ലാസിക്കൽ ഡാൻസ്. പിന്നെ 1-2 ലൈറ്റർ എന്തെങ്കിലും ഒരു ഫങ്ഷൻ പഠിപ്പിക്കുന്നല്ലാതെ കൂടുതലും ക്ലാസിക്കൽ. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അവർ സ്റ്റേറ്റ്സിൽ മാരീഡാണ്. ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അവർ കൂടുതലും സ്പോർട്സ്, 2 പേരും നല്ല ടെന്നീസ് പ്ലെയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ അങ്ങനെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അല്ലാതെ അവർ അങ്ങനെ അരങ്ങേറ്റം അങ്ങനത്തെ ഒന്നും അവർ ചെയ്തിട്ടില്ല. അത് ഞാൻ തന്നെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സീരിയസ്നെസ് വലുതായിട്ടില്ലായിരുന്നു. അവർക്ക് 2 പേർക്കും 2 പെൺകുട്ടികളുണ്ട്. അപ്പം ടോട്ടൽ 4 ഗ്രാൻഡ് ചിൽഡ്രൻ. സിനിമ വിട്ടും മലയാളക്കരയെ ഉപേക്ഷിച്ചും അമേരിക്കയിലേക്ക് കുടിയേറിയ അംബിക ആദ്യത്തെ ഇഷ്ടമായ നൃത്തത്തെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അമേരിക്കയിലും അംബികയുടെ കാൽച്ചിലങ്ക കിലുങ്ങി. നല്ല നർത്തകി എന്ന പോലെ നല്ല നൃത്ത അധ്യാപികയുമാണ് ഇവർ. അംബികയ്ക്ക് ശിഷ്യപ്പെട്ടവർ 7ാം കടലിനിപ്പുറം ഇപ്പോഴും മലയാളത്തിന്റെ മണിച്ചിലങ്കകൾ കിലുക്കുന്നു. സംതൃപ്തമായ കുടുംബിനിയും സ്നേഹസമ്പന്നയായ അമ്മയുമാണ് ഇന്നിവർ. ഇതെൻ്റെ ഹസ്ബൻഡ് സുകുമാരൻ, ഇതെൻ്റെ നീസ് ലളിത പത്മിനി രാഗിണി, ലളിതയുടെ മൂത്ത മകൾ രാധാലക്ഷ്മി, രാധാലക്ഷ്മിയുടെ ഹസ്ബൻഡ് മോഹൻ, അവരുടെ മൂത്ത മകൻ കൃഷ്ണൻ, കൃഷ്ണൻ്റെ ഭാര്യ ഷിഖ. എൻ്റെ അടുത്ത ജനറേഷൻ ഇപ്പം കൃഷ്ണ, ഇവരെല്ലാവരും ഇൻഡസ്ട്രിയിൽ പേര് ഇതാക്കുക. അവരുടെ ജനറേഷൻ, അടുത്ത ജനറേഷനും ആക്ട് ചെയ്യുക. അപ്പം നമ്മളെല്ലാം വയസ്സായി. അപ്പോൾ അതുകൊണ്ട് ന്യൂ ജനറേഷൻ ഹാവ് ടു കം അപ്പ്. അതിന് പ്രേക്ഷകർ ഇവർക്ക് എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് കൊടുക്കണം. ആതിഥേയ കുടുംബത്തിൽ അംബികയുടെ പിൻതലമുറക്കാരിൽ ഒരാളായ സിനിമയിലെ പുതുകാലത്തിന്റെ പ്രതിനിധിയായ ഒരു നടനുണ്ട്. സിനിമയിൽ ഈ അഭിനേത്രിക്ക് ബന്ധുത്വം പറയാൻ സുകുമാരിയും ശോഭനയും വിനീതുമൊക്കെയുണ്ട്. Main thing, I think I got an opportunity to act. അത്രേ വിചാരിക്കുന്നുള്ളൂ. കാരണം പാസ്റ്റ് ഇസ് പാസ്റ്റ്, യു ഹാവ് ടു ഗോ ഫോർവേഡ്. നമ്മൾ പണ്ടൊരു ആക്ട്രസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി മിസറബിൾ. യു ഹാവ് ടു ഗോ ഫോർവേഡ്. യു ഹാവ് ടു ഹാവ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്. നമ്മൾ ആ ഫീൽഡിൽ ഇരുന്നെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. നമ്മൾ വേറെ ലൈഫ് സ്റ്റൈൽ ഹസ് ചേഞ്ച്ഡ്. പുതിയ ന്യൂ ആർട്ടിസ്റ്റ് നമ്മൾ തന്നെ തിരിച്ചും ഇരുന്നിട്ട് വാട്ട്സ് എ പോയിൻറ്റ്. ന്യൂ ആർട്ടിസ്റ്റ് ഹാസ് ടു കം. കാരണം എവരിബഡി ഹാസ് ടു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. അല്ലാതെ നമുക്കങ്ങനെയാണ് വന്നത്. നമ്മൾ പഴയ ആർട്ടിസ്റ്റ് ഇരുന്ന സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം പുതിയ ആർട്ടിസ്റ്റിനെ നമ്മൾ എൻകറേജ് ചെയ്യണതാണ് നല്ലത്. അമൃത ചാനൽ കൂടി പ്രേക്ഷകരെ കാണാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. പല വർഷങ്ങൾ കഴിഞ്ഞ് പ്രേക്ഷകരെ കാണാൻ ത്രൂ ടെലിവിഷൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്.